ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് കേരളത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ ശതമാന കണക്കുകൾ പരിശോധിക്കാം. കേരളത്തിൽ 24.3% വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തിയിരിക്കുന്നു. മണിക്കൂറുകൾ പിന്നിടുകയാണ്. രാവിലെ 7 മണിക്കാണ് വോട്ടിംഗ് ആരംഭിച്ചത്. വൈകിട്ട് 6 മണി വരെയാണ്. ഇതുവരെയുള്ള സമയത്തിൽ 24.3% വോട്ടാണ് കേരളത്തിലാകെ രേഖപ്പെടുത്തിയത്. ഇനി തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് പോവുകയാണെങ്കിൽ 24% വോട്ടർമാരാണ് ഇതുവരെയും വോട്ട് രേഖപ്പെടുത്തിയതായി നമുക്ക് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് ആറ്റിങ്ങലിലേക്ക് പോവുകയാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ 25% ഇതുവരെയും വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കണക്കുകൾ നമുക്ക് ലഭിക്കുന്നു. അവിടെ നിന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലത്തേക്ക് പോകുമ്പോൾ 25% വോട്ട് കൊല്ലം മണ്ഡലത്തിലെ വോട്ടർമാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നു. കൊല്ലത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിലേക്ക് പോകുമ്പോഴും 25% വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയതായി ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഏറ്റവും പുതിയ കണക്കുകളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. മാവേലിക്കരയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് മാവേലിക്കരയിലേക്ക് പോകുമ്പോൾ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 24% വോട്ടർമാർ അവിടെ വോട്ട് രേഖപ്പെടുത്തിയതായി വിവരം ലഭിക്കുന്നു. മാവേലിക്കരയിൽ നിന്ന് കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയത്ത് എത്തുമ്പോൾ 27.5% ഉയർന്ന ഒരു പോളിംഗ് ശതമാനമായി കാണാൻ കഴിയുന്നു താരതമ്യേന. കോട്ടയത്ത് നിന്ന് നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നു. ഇടുക്കിയിൽ പോകുമ്പോഴും 27% ഒരു മികച്ച പോളിംഗ് ശതമാനം തന്നെയാണ് താരതമ്യേന നോക്കുമ്പോൾ. ഇടുക്കിയിൽ നിന്ന് നമ്മൾ ആലപ്പുഴയിലേക്ക് പോകുന്നു. ആലപ്പുഴ എത്തുമ്പോൾ പോളിംഗ് ശതമാനം 27%. തീർച്ചയായും താരതമ്യേന മികച്ച പോളിംഗ് ശതമാനമായി കണക്കിലെടുക്കാൻ കഴിയും. എറണാകുളത്തേക്ക് പോകുന്നു. എറണാകുളത്തേക്ക് പോകുമ്പോൾ 26% എറണാകുളത്തിന്റെ വോട്ടിംഗ് ശതമാനമായി നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതുവരെയുള്ള കണക്കുകളാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് പ്രേക്ഷകരുമായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ചാലക്കുടിയിലേക്ക് കൂടി പോകുന്നു. ചാലക്കുടിയിൽ 27.5% വോട്ട് രേഖപ്പെടുത്തുന്നു. മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി ഈ സമയത്തിനുള്ളിൽ ചാലക്കുടി മാറിയിരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ചാലക്കുടിയിൽ നിന്ന് നമ്മൾ മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകുന്നു. തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ 27% ഇതുവരെയുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ഇതുവരെ വോട്ടർമാർ എത്ര പേർ വോട്ട് രേഖപ്പെടുത്തിയെന്നതിന്റെ ശതമാനം സൂചിപ്പിക്കുന്നത്. പാലക്കാടേക്ക് പോകുന്നു. പാലക്കാട് ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 28.5% വോട്ടിംഗ് ശതമാനം, അതായത് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാലക്കാട് മണ്ഡലത്തിലെ വോട്ടർമാർ എന്നാണ് ഈ ഒടുവിലത്തെ കണക്കുകൾ ലഭിക്കുന്നത്. ആലത്തൂരിലേക്ക് പോകുന്നു. പാലക്കാട്ടിൽ നിന്നും ആലത്തൂരിലും 28% മികച്ച പോളിംഗിലേക്കാണ്. താരതമ്യേന നമ്മൾ പരിശോധിക്കുമ്പോൾ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്ന മണ്ഡലങ്ങളായി പാലക്കാടും ആലത്തൂരും ഒക്കെ മാറുന്നു. ആലത്തൂരിൽ നിന്ന് പൊന്നാനിയിലേക്ക് നമ്മൾ പോവുകയാണ്. പൊന്നാനിയിലൊക്കെ തീപാറുന്ന മത്സരമാണ് ഒരു പക്ഷെ നടക്കുന്നത്. പക്ഷെ 21.5% മാത്രമാണ് ഇതുവരെയും അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പൊന്നാനിയിൽ നിന്ന് അടുത്ത മണ്ഡലത്തിലേക്ക് മലപ്പുറത്ത് 23% താരതമ്യേന ഉയർന്ന ഒരു പോളിംഗ് ശതമാനമല്ല. ഏതായാലും മലപ്പുറത്തൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ വോട്ടിംഗ് ശതമാനം കൂടുമോ എന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. വയനാട്ടിലേക്ക് പോകുമ്പോൾ കടുത്ത മത്സരമാണ് വയനാട്ടിൽ നടക്കുന്നത്. 25.5% അവിടെ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വയനാടിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അതൊരു റെക്കോർഡ് നിലയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെന്ന് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. വയനാട്ടിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക് പോവുകയാണ്. കോഴിക്കോട് എത്തുമ്പോൾ 25% അവിടെ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തിയതായുള്ള പുതിയ കണക്കുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. 25% ഇതുവരെ മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോൾ കോഴിക്കോട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വടകരയിലേക്ക് പോവുകയാണ്. ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലം കൂടിയാണ്. എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലം. വടകരയിൽ 26% വോട്ടിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വടകരയിലൊക്കെ LDF വലിയ വിജയം നേടുമെന്ന് അല്പം സമയം മുൻപ് കോടിയേരി പ്രതികരിച്ചിരുന്നു. കണ്ണൂരിൽ 27% വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 1.5 മാസ കാലയളവിൽ നടക്കുന്ന പ്രചരണത്തിന്റെ കൂടി ഒരു സമാപ്തിയാണ് ഈ വോട്ടർമാരുടെ പോളിംഗ് ബൂത്തിലേക്കുള്ള എത്തൽ എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പൊതുവിൽ നമുക്ക് ഇതുവരെ ലഭിച്ച കണക്കുകളുടെ ഒരു പുതിയ സൂചനയാണ് ലഭിച്ചത്. പ്രമുഖരെല്ലാം രാവിലെ തന്നെ മിക്കവാറും സ്ഥലങ്ങളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന അവരവരുടെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെ നമുക്ക് തത്സമയം സംരക്ഷണം